ഒരു നദിയുടെ സ്വാഭാവികമായ ഒരു പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് വേറൊരു ദിശയിലേക്ക് നദിയെ തിരിച്ചുവിടാൻ പാടില്ല. അതാണ് റിയോ ഡിക്ലറേഷൻ. അതിൽ ഇന്ത്യ ഒരു സിഗ്നേച്ചറിയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ നദി അതിൻ്റെ സ്വാഭാവികമായ പ്രവാഹം അറബിക്കടലിലേക്കാണ്. അത് തിരിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് വിടുക എന്ന് പറയുന്നത് അവിടെ തന്നെ ഈ പരിസ്ഥിതിയോട് വലിയ ഒരു തിന്മ പ്രവർത്തിക്കുന്നു. അതായത് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. കാരണം ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കുന്നില്ല. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വയനാട്ടിലെ ഇഷ്യൂ പോലും 14 വർഷങ്ങൾക്ക് മുൻപ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എക്സാക്ട് സ്പോട്ട് സഹിതം പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഒരു ദുരന്തമായിട്ട് നമ്മൾ നേരിട്ട് കണ്ടത്. അപ്പോൾ ഇതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്ന സാർ അടക്കമുള്ളവർ നമ്മളിലേക്ക് അവയർനെസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനി എന്താണ് ഇപ്പോൾ നിലവിലെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്താണ്? ഇതിപ്പോൾ 60 വർഷമായി ഈ ഡാം തകർച്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ട്. ഇത് ഞാനിരുന്ന് പറയണമല്ല. ആദ്യം പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്, ഡോക്ടർ KC തോമസാണ് പറഞ്ഞത്. അതിനുശേഷം എത്രയോ ഏജൻസീസ് പഠിച്ചു. IIT ഡൽഹി പഠിച്ചു, IIT റൂർക്കി പഠിച്ചു, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പഠിച്ചു, ഐക്യരാഷ്ട്ര സംഘടന തന്നെ അക്കാഡമിക് വിങ് പഠിച്ചു, കേരള ഗവൺമെൻറ് തന്നെ വിദഗ്ധ സമിതി, കേരള ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത വിദഗ്ധ സമിതി പഠിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വന്നില്ലേ. അപ്പോൾ 60 വർഷമായിട്ട് ഇവിടുത്തെ ഇതെല്ലാം പരിഹരിക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാണ്. 60 വർഷമായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിയർ വേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഷിയർ വേസ്റ്റാണ് അവർ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറില്ലേ. നമുക്കിത് മാറ്റാം. നമ്മുടെ കേരളത്തിൽ ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് 84 ഡാംസ് ഇവിടെ എന്തിനാണ്? ഓരോ ഡാംസ് എന്ന് വെച്ചാൽ 1000, 2000, 3000 കോടി രൂപ ചിലവ് അതിൻ്റെ നിർമ്മാണത്തിന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് ചിലവാക്കിയ പണമാണ്. ഇത്രയും ഹ്യൂജ് പ്രോജക്റ്റ് എന്തിനാണ് എന്ന് പറയാമോ? അതിലേക്ക് ഈ കേരളത്തിൽ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചത് എന്തിന് പറയും? അറിയില്ല. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈ നാട് ഭരിക്കുന്ന നമ്മളെയൊക്കെ സേവിച്ചു കൊള്ളാം, നമ്മൾ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാം എന്നൊക്കെ നമ്മളെ പ്രലോഭിപ്പിച്ച് വെള്ളയും ഉടുത്ത് പെരുങ്കള്ളന്മാർ ആയി മാറിയില്ലേ അവർ? പെരുങ്കള്ളന്മാരായി മാറിയില്ലേ? ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചപ്പോൾ പ്രകൃതി നശിച്ചു. പ്രകൃതി നശിക്കുക എന്ന് പറഞ്ഞാൽ ഭൂകമ്പ സാധ്യത വർദ്ധിച്ചു. റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വന്ന ഭൂകമ്പങ്ങൾ 2011 തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്യുന്നു. കോട്ടയത്ത് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. എത്ര പേര് ഈ നാട്ടിലറിഞ്ഞ്? ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരും ഉണ്ടായി. തൃശ്ശൂരും ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. തൃശ്ശൂരും പാലക്കാട്ടും 3.1 വരുന്ന ചലനങ്ങളുണ്ടായി. ഇതിനൊക്കെ വേണ്ട രീതിയിൽ ഒരു പ്രാധാന്യം കൊടുത്തു. കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചോ? ഇവിടെ 100ഓളം ചെറു ചലനങ്ങൾ ഉണ്ടായത് കേരളത്തിലെ ജനങ്ങളോട് അറിയിച്ചോ? ഈ 84 ഡാംസ് കാരണം, ഈ ഡാമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഏർപ്പാടാണ്. ഇടുക്കിയും അത് തന്നെ 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയാൽ എന്ത് സംഭവിക്കും? വലിയൊരു പ്രഷർ ഉണ്ടാവും താഴേക്ക്. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? ഇത് നമുക്ക് ഒരു കോമൺ സെൻസ് അല്ലേ? മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ പ്രതിക്കൂട്ടിൽ ആരായിരിക്കും സാറ്? ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു വിഷൻ വെച്ചിട്ട് പ്രതിക്കൂട്ടിൽ ആരാണുള്ളത് സാറിൻ്റെ ഒരു വിഷനിൽ? അത് ആദരയ്ക്ക് തന്നെ പറയാൻ കഴിയും. ഞാൻ സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ ഗഹനമായ നിയമപ്രശ്നങ്ങളോ കരാറിൻ്റെ സാധുതയോ, ഇപ്പോൾ കരാറിൻ്റെ സാധുത അന്വേഷിക്കാൻ നടക്കുക ഈ 12-ാം മണിക്കൂറിൽ. അതിന് ഒരു 10 കൊല്ലം അന്വേഷിച്ചാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അന്യമായ ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇവിടെ അങ്ങനെ ഒരു ശാസ്ത്ര ശാഖ ഇല്ല. അത് റിലയബിലിറ്റി സയൻസ് എന്ന് പറയും.
റിലയബിലിറ്റി സയൻസ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ എന്തിന് ഡാം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസോ ഇവിടെ ഇല്ല. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമൻറ്റ് സ്ട്രക്ചർ, ഇത് എത്ര നാൾ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയേണ്ടത് അവരാണ്. അവർ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യും എന്നത് പൊളിച്ചുകൾ. ഞാൻ ഈ ഡീകമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതെന്ന് പച്ച മലയാളത്തിൽ പറയുകയാണ്, നിർവീര്യമാക്കാമെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്, ഇത് പൊളിച്ചു കളയാണ് ഡേറ്റ് തീരുമാനിക്കണം. ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സർക്കാർ വന്ന് പറയുകയാണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് 2 സെൻറ്റൻസ് ഇന്ന് ഈ ദിവസം ഇടുകയാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. കാരണം എന്ന് വെച്ചാൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കണമെന്ന് ഒരു സർക്കാർ പറയുമ്പോൾ അത് വേണ്ട എന്ന് സുപ്രീം കോടതി ഒരിക്കലും പറയില്ല. സുപ്രീം കോടതി അത് അംഗീകരിക്കും. അങ്ങനെ ആകുമ്പോൾ അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമുള്ളൂ. ഇത് 130 വർഷം പഴക്കമുള്ള ഡാം അവർക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് എക്സ്പയർ ഇപ്പം നമ്മൾ അത് അതിൻ്റെ ടൈം എക്സ്പയർഡായി ഇല്ലേ? നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാറുണ്ടോ? എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് ആയ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? എന്താ ഡാം മാത്രം ഉപയോഗിക്കുന്നത്? അവർ പറയും 40 വർഷം കഴിഞ്ഞ് 130 വർഷം ആയതുകൊണ്ട് ഈ ഡാം വേണ്ട, അത് ഡീകമ്മീഷൻ ചെയ്യണം, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ അവർ പറയും. അതിന് കേരള സർക്കാർ എന്താ സപ്പോർട്ട് ചെയ്തൊരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇടാത്തത്? ഇത് വെറുതെ ഒരാൾ പറയുന്നതല്ലോ. കേരളം നിരന്തരമായിട്ട് സുപ്രീം കോടതിയിൽ തോറ്റപ്പോൾ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി 2018 വാങ്ങിയ ആളായി പറയുന്നത്. അല്ലെങ്കിൽ ഇവരെ സ്വീകരിക്കണ്ട. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രി ഒരു 3 അടി വെള്ളം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് കുറയ്ക്കാതിരുന്നപ്പോൾ സുപ്രീം കോടതി വഴി 3 അടി വെള്ളം കുറയ്ക്കാനുള്ള ഉത്തരവ് വാങ്ങിയ ആളായി പറയുന്നത്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മളൊക്കെ ഒരുപാട് കാലമൊന്നും കഴിയണ്ട, അദ്ദേഹത്തിന് ഒരുപാട് വയസ്സുണ്ട്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പുത്തുമലയിൽ നമ്മൾ കണ്ടു, ഈ വർഷം മുണ്ടക്കയിൽ കണ്ടു, ചൂരൽമലയിൽ കണ്ടു. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്താണ്? ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്യുമ്പോൾ അത് വനം വലിക്കും, ഒരു സ്പോഞ്ച് പോലെ വലിക്കും. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ മുഴുവനും ഒരു തുള്ളി പോലും ഫോറസ്റ്റ് വലിക്കില്ല, അത് ഒഴുകി ഡാമുകളിലും നദികളിലും എത്തും. ഓഗസ്റ്റ് നമ്മൾ പേടിക്കണം. ഓഗസ്റ്റ് ഇപ്പോൾ ഉള്ള ഈ സമയം നമ്മൾ ഭയക്കണം. ഞാൻ നേരത്തെ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇവരെ നന്നാക്കലല്ല എനിക്ക് പണി. നിങ്ങളോട് ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്ക് ജീവൻ തരുമെന്ന് മാത്രമേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയണ എപ്പോഴാണ്? ഈ അവസാന നിമിഷങ്ങളിലാണ്. ഇനി സമയമില്ല. നിങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന ഒരു അഫിഡവിറ്റ് ഇട്ട്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഡാം പരിശോധിക്കിട്ട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഇട്ട് നാളെ തീരുന്ന കേസാണിത്. അതിനിപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്? കരാറ് പരിശോധിക്കാൻ പോകണം. എത്ര നാൾ എടുക്കുക കരാറ് പരിശോധിച്ച് തീരുമ്പോൾ സുപ്രീം കോടതി? പുതിയ ഡാം ഉണ്ടാക്കാൻ പോകുന്നു. തൊട്ട് മുകളിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് മുകളിൽ കക്കി ഡാമുണ്ട്. കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിനുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. അവിടെ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതിയും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും. എന്താ ഇത് ചെയ്യാനായിട്ട് 2 കൂട്ടർക്കും ഒരു താല്പര്യമില്ലായ്മ? കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും അവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും താല്പര്യമില്ലാത്തത് എന്താ? എല്ലാ വർഷവും കിട്ടുന്ന, ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണേ മുല്ലപ്പെരിയാർ ഡാം. എല്ലാ വർഷവും പോക്കറ്റിലേക്ക് വരുന്നത് നിലയ്ക്കും. മാത്രമാണോ ഇത്? ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. പുതിയ കരാറ് വരും. ഈ ടണൽ സിദ്ധാന്തം ഒന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പഴയ കരാറ് 999 വർഷത്തെ കരാറ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നിലനിർത്താനല്ല, അടുത്ത 8-9 നൂറ്റാണ്ട് നിലനിർത്താനാണ് ഈ ടണൽ സിദ്ധാന്തം. ഞാൻ പറയുന്ന ഈ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പുതിയ കരാറ് വരും. പുതിയ കരാറ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 50,000 കോടി ഉണ്ടെന്ന് അവർ പറയണ്ടല്ലോ അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിൽ പകുതി ഇങ്ങോട്ട് തരേണ്ടി വരും. ഈ പകുതി വേണ്ടെന്നേ, നമുക്കൊരു 10,000 കോടി കിട്ടിയാൽ മതി.
ഇലക്ട്രിസിറ്റി അവിടെ സർപ്ലസ് സ്റ്റേറ്റ് ആണ്, ഇവിടെ ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്, നമുക്ക് ആ ഇലക്ട്രിസിറ്റി മുഴുവനും തരേണ്ടി വരും. അത് പറ്റൂല, അത് പറ്റൂല. നമ്മുടെ ഖജനാവിലേക്ക് ഒന്നും വരാൻ പാടില്ല, ഞങ്ങളുടെ പോക്കറ്റിൽ മാത്രമേ വരാവൂ. ജനങ്ങൾ ചത്തിട്ട് വേണം കരിമണൽ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത്. എനിക്ക് സംശയമുണ്ട്. കരിമണൽ മതിയല്ലോ നമ്മുടെ യുവാക്കൾക്ക് സമ്പത്തിന്. ഇത്രയും സമ്പത്ത് നമ്മുടെ മുമ്പിൽ കിടക്കാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ കരിമണലിൻ്റെ 1 രൂപ പോലും ഖജനാവിലേക്ക് എടുത്തു വയ്ക്കുന്നില്ല. ഇവർ ഓരോരുത്തരെ വിട്ട് കുറേശ്ശെ എടുത്ത് കച്ചവടമാക്കാൻ ചെയ്യും. പക്ഷെ മുല്ലപ്പെരിയാർ ഇവർക്ക് മുന്നിൽ ഒരു ഭീഷണി തന്നെയല്ലേ? രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും മുല്ലപ്പെരിയാർ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ഉൾപ്പെടെയുള്ള ഒരു ജനത തന്നെയല്ലേ ഈ ഒരു ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ ആദര വിചാരിക്കണ്ട. അവർ ഈ ജനങ്ങളെ പോലെ വിഡ്ഢികളാണെന്ന് വിചാരിക്കണം. അവർ കേരളത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ്. പാവം ഈ ജനങ്ങൾ ഇവരെ അന്ധമായി വിശ്വസിച്ച് നടക്കണം. നമ്മുടെ ജീവിതമാണ് കട്ടപ്പുകയാകാൻ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഇവിടെ ഭൂകമ്പ സാധ്യത കൂടി ഈ എറണാകുളത്ത് 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാവാമെന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയണത്. നല്ലേപ്പള്ളിയിൽ, പാലക്കാട്ട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ 1900 റിക്ടർ സ്കെയിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. കോയമ്പത്തൂർ ഭൂകമ്പം എന്നത് അറിയപ്പെടുന്നത്. അതിൻ്റെ അലവലികൾ കൊച്ചു വരെ ഉണ്ടായി. അന്ന് 1900 ഇത്രയും വലിയ ബിൽഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല, സ്ഥാപനങ്ങളൊന്നും ഇല്ല, ഇത്രയും കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ എപ്പി സെൻ്ററായിട്ട്, പ്രഭവ കേന്ദ്രമായിട്ട് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് 6 വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനമുണ്ട്. അതായത് 2030 സംഭവിക്കുന്നു, 6 വർഷത്തിനുള്ളിൽ. ആ ഭൂകമ്പം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഈ കൊച്ചി തന്നെ, കേരളം മൊത്തത്തിൽ തന്നെ, അതൊക്കെ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ആണെന്ന് നമ്മൾ ചേർത്ത് വായിക്കണം. എല്ലാം ഇവിടെ ഉണ്ടായ ട്രമേഴ്സ് മുഴുവനും ഡാം ഇൻഡ്യൂസ്ഡ് ആണ്.